കല്ലുകൊണ്ട് നിർമ്മിച്ച നാണയങ്ങൾ. കുന്തിരിക്കം മരം അക്കാലത്ത് സമൃദ്ധമായി കൃഷി ചെയ്യപ്പെട്ടിരുന്നു. ഇതിന്റെ കറ സുഗന്ധദ്രവ്യങ്ങളും ഔഷധങ്ങളും നിർമ്മിക്കാൻ കയറ്റുമതി ചെയ്ത് സമ്പൽ സമൃദ്ധിയിലേക്ക് ഉയർന്ന ആദ് സമുദായം ബിംബാരാധനയും സത്യനിഷേധവും തുടർന്നപ്പോൾ ഹൂദ് നബി അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് അവർക്ക് മുന്നറിയിപ്പ് നൽകി. അതും അവർ നിഷേധിച്ചു തള്ളുകയാണ് ഉണ്ടായത്. ഹൂദ് നബിയെയും വിശ്വാസികളെയും രക്ഷപ്പെടുത്തിയ ശേഷം അള്ളാഹു അവരെ നശിപ്പിച്ചു കളഞ്ഞു. അധ്യായം 69 അൽ ഹാഖ 6-7 സൂക്തങ്ങൾ. وَأَمَّا عَادٌ فَأُهْلِكُوا بِرِيحٍ صَرْصَرٍ عَاتِيَةٍ سَخَّرَهَا عَلَيْهِمْ 7 لَيَالٍ و8 أَيَّامٍ حُسُومًا فَتَرَى الْقَوْمَ فِيهَا صَرْعَىٰ كَأَنَّهُمْ أَعْجَازُ نَخْلٍ خَاوِيَةٍ. എന്നാൽ ആദ് സമുദായം അത്യുഗ്രമായ കൊടുങ്കാറ്റുകൊണ്ട് നശിപ്പിക്കപ്പെട്ടു. തുടർച്ചയായ 7 രാത്രിയും 8 പകലും ആ കാറ്റ് അവരുടെ നേർക്ക് അവൻ തിരിച്ചുവിട്ടു. അപ്പോൾ കടപുഴകി വീണ ഈത്തപ്പന തടികൾ പോലെ ആ കാറ്റിൽ ജനങ്ങൾ വീണുകിടക്കുന്നതായി നിനക്ക് കാണാം. തീർത്തും ശൂന്യമായ മരുഭൂമിയാണ് ഉബാറിന് ചുറ്റും. അന്നത്തെ കൊടുങ്കാറ്റിനെ തുടർന്ന് മണൽ മൂടിപ്പോയ അവരുടെ വാസസ്ഥലങ്ങളിൽ കുറച്ചു മാത്രമേ മണൽ നീക്കി കണ്ടെത്തിയിട്ടുള്ളൂ. ഇനിയും മണൽ നീക്കിയാൽ മൺമറഞ്ഞുപോയ അവരുടെ വാസസ്ഥലങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും. സമ്പൽ സമൃദ്ധിയിൽ മതിമറക്കുന്ന മനുഷ്യരെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. സ്വാലിഹ് നബിയും സമൂദ് ഗോത്രവും. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപ് ഹിജ്റിൽ ജീവിച്ചിരുന്ന ഗോത്രമാണ് സമൂദ്. അവരിലേക്ക് അള്ളാഹു നിയോഗിച്ച പ്രവാചകനായിരുന്നു സ്വാലിഹ് നബി. സൗദി അറേബ്യയിലെ മദാഇൻ സ്വാലിഹിൽ പാറ വെട്ടിത്തുരന്ന് നിർമ്മിച്ച അവരുടെ ഗുഹാഭവനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. മദീനയിൽ നിന്ന് 405 കിലോമീറ്റർ വടക്കാണ് മദാഇൻ സ്വാലിഹ്. സ്വാലിഹ് നബി ജനങ്ങളോട് പറഞ്ഞു. അധ്യായം 11 ഹൂദ് 61 സൂക്തം. وَإِلَى ثَمُودَ أَخَاهُمْ صَالِحًا قَالَ يَا قَوْمِ اعْبُدُوا اللَّهَ مَا لَكُمْ مِنْ إِلَٰهٍ غَيْرُهُ هُوَ أَنشَأَكُم مِّنَ الْأَرْضِ واستعمركم فيها فاستغفروه ثم توبوا إليه إن ربي قريب مجيب. സമൂദ് ജനതയിലേക്ക് അവരുടെ സഹോദരനായ സ്വാലിഹിനെയും നാം നിയോഗിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ ആരാധിക്കുക. അവനില്ലാതെ നിങ്ങൾക്ക് യാതൊരു ആരാധനയുമില്ല. അവൻ നിങ്ങളെ ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചു വളർത്തുകയും നിങ്ങളെ ഭൂമിയിൽ അധിവസിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ നിങ്ങൾ അവനോട് പാപമോചനം തേടുകയും അവങ്കിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക. തീർച്ചയായും എന്റെ രക്ഷിതാവ് സമീപസ്ഥനും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനുമാകുന്നു. അധ്യായം 15 അൽ ഹിജ്ർ 82 സൂക്തം. وَكَانُوا يَنْحِتُونَ مِنَ الْجِبَالِ بُيُوتًا آمِنِينَ. അവർ പർവ്വതങ്ങളിൽ പാറകൾ വെട്ടിത്തുരന്ന് വീടുകളുണ്ടാക്കി നിർഭയരായി കഴിഞ്ഞുകൂടുകയായിരുന്നു. അധ്യായം 89 അൽ ഫജ്ർ
9-ാം സൂക്തം. وثمود الذين جابوا الصخر بالواد താഴ്വരയിൽ പാറ വെട്ടിത്തുരന്ന് കെട്ടിടമുണ്ടാക്കിയ സമൂദ് ഗോത്രം. അവരുപയോഗിച്ചിരുന്ന പൊതു കിണറിന്റെ ദൃശ്യം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിലേക്ക് സഹാബാക്കളുമായി യാത്ര ചെയ്തപ്പോൾ ഈ പ്രദേശത്തുകൂടിയാണ് കടന്നുപോയത്. അള്ളാഹുവിന്റെ ശിക്ഷ ബാധിച്ച സ്ഥലമാണിതെന്ന് പ്രവാചകൻ അവരെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. സമൂദ് ഗോത്രത്തിൽ ചിലർ പൊതുചടങ്ങുകൾക്ക് ഉപയോഗിച്ചിരുന്ന ഒരു ഹാൾ. അവരുപയോഗിച്ചിരുന്ന പാത്രങ്ങൾ അൽ ഉല മ്യൂസിയത്തിൽ. 9 റൌഡി സംഘങ്ങൾ ആ നാട്ടിലുണ്ടായിരുന്നു. ബഹുദൈവാരാധനയും കൊള്ളയും അക്രമവും ധിക്കാരവും വ്യാപകമാക്കിയിരുന്നു അവർ. അസാധാരണ രൂപത്തിൽ ഒരു ഒട്ടകം സൃഷ്ടിക്കപ്പെടുകയും ആ ഒട്ടകം അവർക്കിടയിലൂടെ നടക്കുകയും ചെയ്തു. അതിനെ ഉപദ്രവിക്കരുതെന്ന് അള്ളാഹു അവരോട് കൽപ്പിച്ചു. അള്ളാഹുവിന്റെ ഒട്ടകം വെള്ളം കുടിച്ച സ്ഥലമാണിത്. അവർ ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ആ ഒട്ടകത്തെ കശാപ്പ് ചെയ്തു. ആ പാതകം ചെയ്തത് ഇവിടെ വെച്ചാണ്. പുലർച്ചെ ദൈവിക ശിക്ഷ അവരെ പിടികൂടുക തന്നെ ചെയ്തു. അധ്യായം 11 ഹൂദ് 67-ാം സൂക്തം. وأخذ الذين ظلموا الصيحة فأصبحوا في ديارهم جاثمين. അക്രമം പ്രവർത്തിച്ചവരെ ഘോരശബ്ദം പിടികൂടി. അങ്ങനെ പ്രഭാതത്തിൽ അവർ വീടുകളിൽ കമിഴ്ന്നു വീണ അവസ്ഥയിലായിരുന്നു. ഈ ചരിത്രമാണ് അൽ ഉല മ്യൂസിയം ഡയറക്ടർ വിവരിക്കുന്നത്. ഭൗതിക ജീവിതത്തിൽ മതിമറന്ന ആധുനിക മനുഷ്യരെ, കൊട്ടാരതുല്യമായ നിങ്ങളുടെ ഭവനങ്ങൾ നിങ്ങളുടെ മേൽ തകർത്തു വീഴ്ത്താൻ പടച്ചവന് പ്രയാസമില്ലെന്ന് ഓർക്കുക. ദക്ഷിണ സിനായിൽ സ്വാലിഹ് നബിയുടെ ഖബറാണിത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദക്ഷിണ ഇറാഖിൽ ബാഗ്ദാദിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്റർ തെക്കാണ് അന്നാസുരിയ പട്ടണം. അവിടുന്ന് 15 കിലോമീറ്റർ അകലെയാണ് ഇബ്രാഹിം നബിയുടെ നാടായ ബാബിലോണിയയിലെ ഊർ സ്ഥിതി ചെയ്യുന്നത്. അന്നാസുരിയ പട്ടണം യൂഫ്രട്ടീസ് നദീതീരത്താണ്. ഏകദേശം 4000 വർഷങ്ങൾക്ക് മുൻപ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചത് ഇവിടെയാണ്. അള്ളാഹുവിന്റെ ചങ്ങാതി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകൻ. അദ്ദേഹത്തിന്റെ വിശ്വാസദാർഢ്യം ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിൽ വിവരിക്കുന്നുണ്ട്. ഇതാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വീട്. ഖുർആനിൽ 69 സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ പേര് പറയുന്നുണ്ട്. ഊറിന്റെ കാവൽക്കാരനായി ഇബ്രാഹീമിന്റെ ജനത കരുതിയ ചന്ദ്രദേവനെ ആരാധിക്കാൻ നമ്രൂദ് രാജാവ് നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം. പിൽക്കാലത്ത് ഇത് പുതുക്കിപ്പണിതു. കൂടെയുള്ളത്
ഇറാഖി പട്ടാളക്കാരനും ഊറിലെ ഗൈഡുമാണ്. 5000-ഓളം ദേവീദേവന്മാരെ ആരാധിച്ചിരുന്ന സ്വന്തം ജനതയോടും പിതാവിനോടും